ഇത് വരയ്ക്കാനായിട്ട് അധികം സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. ആകെ ഒരു ബ്ലാക്ക് പെന്ന് മാത്രം മതി, നമുക്ക് സംഭവം സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്ക് കുറച്ച് ടഫായിട്ടൊക്കെ തോന്നും, പക്ഷെ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. സംഭവം എളുപ്പമായിട്ട് നമുക്ക് വരച്ചെടുക്കാവേ. നേരൊരു ബുക്ക് എടുത്തിട്ട് വരിക, എന്നിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് ബോർഡർ ലൈൻ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ കുറച്ച് സ്ക്വയേഴ്സ് കറക്റ്റായിട്ടൊന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബ്ലാക്ക് കളർ പെന്നാണെങ്കിൽ കുറച്ചും കൂടി കറക്റ്റായി കിട്ടും കേട്ടോ. എൻ്റെ ഇപ്പോൾ പെന്ന് തീർന്നു പോയതുകൊണ്ട് ഞാൻ സ്കെച്ച് പെന്ന് യൂസ് ചെയ്തിട്ടാട്ടോ വരയ്ക്കുന്നത്. നേരത്തെ ഇതുപോലെ ഈ ഒരു പാറ്റേൺ കറക്റ്റായിട്ടൊന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു പാറ്റേൺ ആദ്യത്തെ ആ ഒരു സ്ക്വയറിൽ വരച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമായിട്ടൊക്കെ തോന്നും കേട്ടോ. പിന്നെ 2, 3 അങ്ങനെ പോയി ആ പകുതിയൊക്കെ എത്തുമല്ലോ. ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എങ്ങനെയും തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നേരത്തെ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ടൊരു സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് പതുക്കെ ഇരുന്നങ്ങ് വരയ്ക്കുക കേട്ടോ. കാണുമ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നുമെങ്കിൽ സംഭവം എളുപ്പമാണേ. ഈ ഒരു പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റഡായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രൂപത്തിലും കിട്ടും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ആ വൈറ്റ് കളർ പോർഷൻസ് നമ്മൾ കുറച്ച് ഗ്യാപ്പ് അങ്ങ് വിട്ടിട്ടില്ലേ, അവിടെ ഈ ബ്ലാക്ക് കളർ യൂസ് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മളുടെ ഡ്രോയിങ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.